ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് ഇതിനെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ്. പാലും ബ്രെഡും കസ്റ്റർഡ് പൗഡറും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ബ്രെഡിൽ വെക്കാനുള്ള ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണം. ഒരു ക്രീം ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണം. ഈ ഫില്ലിങ് ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ മാങ്ങൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ടകളൊന്നുമില്ലാണ്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബ്രെഡിൻ്റെ നടുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറെ ഒരു ബ്രെഡ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് പുഡിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ നടുക്ക് നിങ്ങൾക്ക് ക്രീം ചീസ് മാത്രമാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്നിട്ട് വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കസ്റ്റാർഡ് മിക്സ് തയ്യാറാക്കി എടുക്കണം. അടുത്ത ലെയറായിട്ട് കസ്റ്റാർഡ് മിക്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാലാണ്. 2 പാക്കറ്റ് പാല്. കപ്പളവ് പറയുകയാണെങ്കിൽ 4 കപ്പ് പാല്. 250 ml 4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കസ്റ്റാർഡ് പൗഡറിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അടുപ്പിൽ വെച്ചിട്ടില്ല. അതിന് മുന്നേ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന വീഡിയോ അത് ഡിലീറ്റ് ആയിപ്പോയി, മിസ്സായിപ്പോയി. പിന്നെ അതിലേക്ക് വാനില എസൻസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഫ്ലെയിം ഓണാക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുറുക്കിയെടുക്കുക. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് കട്ടിയാവും, അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ നല്ല കട്ടിയാക്കി എടുക്കണ്ട. എന്നാൽ നല്ല ലൂസാവാനും പാടില്ല. ഇങ്ങനെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ എടുക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി ചൂടോടെ തന്നെ നമ്മൾ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയറായിട്ട് അതുപോലെ ബ്രെഡിൽ ക്രീം ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെ നിരത്തി കൊടുക്കുന്നുണ്ട്. ഞാനിത് കട്ടാക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആദ്യത്തെ ലെയർ വെച്ച പോലെ അങ്ങനെ ഫുള്ളായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെന്ന് മാത്രം. എന്നിട്ട് ബാക്കിയുള്ള പകുതി കസ്റ്റാർഡ് മിക്സ് അങ്ങനെ തന്നെ ഫുള്ളായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെറി കട്ട് ചെയ്തതും കൂടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയോ അതല്ലെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ റേസിൻസോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയും അതുപോലെ തന്നെ ബദാം കട്ടാക്കി എടുത്തതും കൂടെയാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ബദാം അങ്ങനെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം കാഷ്യൂസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക, റേസിൻസോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കുക. ഇതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ ദയവ് ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ നല്ല വീഡിയോസായിട്ട്
ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ.